കേരളത്തിന് ഇനി അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കുമെന്നുള്ളതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ രമേശും സുരേഷും സീനിയോറിറ്റി പറഞ്ഞ് മുഖ്യമന്ത്രി കസേരയ്ക്കായിട്ടുള്ള തമ്മിത്തല്ല് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പ്രശ്നം ഇതൊന്നുമല്ല. വിജയ് തമിഴ്നാടിൻ്റെ CM ആകുമോ ഇല്ലയോ? പുള്ളിക്കാരൻ്റെ സിനിമയെക്കാളും വലിയ ട്വിസ്റ്റാണ് ഇപ്പോൾ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അസംബ്ലി ഇലക്ഷനിൽ ടോട്ടൽ 234 സീറ്റിൽ 108 സീറ്റ് വിജയുടെ ടീമിന് നേടാനായിട്ട് സാധിച്ചു. പക്ഷേ 118 എത്താതെ ഗവൺമെന്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് ഗവർണറുടെ വാദം. ബാക്കിയുള്ള പാർട്ടികളിൽ നിന്ന് 8 MLA-മാരും കൂടി സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ വിജയ്ക്ക് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പക്ഷേ അത് അത്ര എളുപ്പമല്ല. കോൺഗ്രസിൽ നിന്നുള്ള 5 MLA-മാർ വിജയ്ക്ക് ഓൾറെഡി സപ്പോർട്ട് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ എണ്ണം തേക്കാൻ ഇനിയും ആൾക്കാരെ വേണം. 118 മെമ്പേഴ്സ് ഇല്ലാതെ ഗവൺമെന്റ് ഉണ്ടാക്കാൻ സമ്മതിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ. അങ്ങനെ നമ്മുടെ വിജയണ്ണൻ എവിടെ നിന്നൊക്കെ ഒരു 118 പേരെ സംഘടിപ്പിച്ച് ഗവർണറിനെ ഇൻഫോം ചെയ്തപ്പോൾ പുള്ളിക്കാരന് ഈ 118 പേരുണ്ടോ എന്നുള്ള കാര്യം സംശയം. അങ്ങനെ ലിസ്റ്റ് തരാനും ഓരോരുത്തരുടെ നെയിം മെൻഷൻ ചെയ്ത് കൊടുക്കണം എന്നുമായി അടുത്ത ഡിമാൻഡ്. ഇതിൻ്റെ ഇടയിൽ കൂടെ ADMK-യിൽ ഉണ്ടായിരുന്ന കുറച്ച് MLA-മാർ വിജയ്ക്ക് ഓൾറെഡി സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവിടെയും പ്രശ്നം തന്നെയാണ്. കാരണം ADMK എന്ന് പറയുന്നത് BJP-യുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന പാർട്ടി തന്നെയാണ്. BJP-യുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച് TVK-യിൽ വന്ന് ജോയിൻ ചെയ്യാം എന്നാണ് പുതിയ പ്രഖ്യാപനം. പക്ഷേ അതിലൊരു കെണിയില്ലേ? കാരണം BJP-യുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോഴും അതിൻ്റെ പുറകിൽ ചില ഗൂഢ ഉദ്ദേശങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അധികാരത്തിലെത്തിക്കഴിയുമ്പോൾ BJP-ക്ക് തമിഴ്നാടിന് മേലെ ഒരു പവർ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു നീക്കം ഒഴിവാക്കുന്നതായിരിക്കും വിജയണ്ണന് ഏറ്റവും സേഫ്. ഇതിൻ്റെ ഇടയിൽ കൂടെ കഴിഞ്ഞ 50 വർഷമായിട്ട് വർഗശത്രുക്കളായിട്ടിരുന്ന ADMK-യും DMK-യും ഒന്നു ചേരാൻ പോകുന്നു എന്നൊരു വാർത്തയും വരുന്നുണ്ട്. ഇത്രയും നാൾ മുഖത്തോട് മുഖം നോക്കാൻ വയ്യാതിരുന്ന ആളുകൾ എന്തായാലും ഒരു പൊതുശത്രുവിന് വേണ്ടി ഒന്നു ചേരാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ നോക്കിയാൽ ADMK-യുടെ 47-ഉം DMK-യുടെ 59-ഉം ചേരുമ്പോഴും എണ്ണം തികയുന്നില്ലല്ലോ ചേട്ടാ. അപ്പോൾ ഇനിയും ആൾക്കാരെ വേണ്ടി വരും. എന്തൊക്കെ പറഞ്ഞാലും കാര്യമായിട്ടുള്ള കളികൾ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. ഇതിൽ ഫിലിം ഇൻഡസ്ട്രി എന്നുള്ള ആൾക്കാരും ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളതാണ് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. കൂട്ടത്തിലുള്ള ഒരാൾ അധികാരത്തിലേക്ക് എത്തുമ്പോൾ സഹിക്കാൻ പറ്റാത്ത കുറേയധികം ആൾക്കാർ ഫിലിം ഇൻഡസ്ട്രി തന്നെയുണ്ട്. ഒരു പക്ഷേ വിജയ് എന്ന നടനിൽ നിന്ന് വിജയ് എന്ന പൊളിറ്റീഷ്യനിലേക്കുള്ള പെട്ടെന്നുള്ള വളർച്ചയും ജനസമ്മതിയും ഒക്കെ തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ആ ഒരു വിദ്വേഷത്തിന് കാരണം. സത്യത്തിൽ ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ വിജയ് ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് ആലോചിച്ചാണ് എനിക്കിപ്പോൾ ടെൻഷൻ. അധികാരത്തിൽ എത്തണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷൻ എത്രയും വേഗം വിജയ്ക്ക് ഫേവറബിൾ ആയിട്ട് തന്നെ മാറട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സിനിമയിലായിരുന്നെങ്കിൽ 2 ഫൈറ്റും 2 പഞ്ച് ഡയലോഗും അടിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം സോൾവ് ആയേനെ. പക്ഷേ റിയാലിറ്റിയിൽ ഇനി എന്താകുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.